ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളോട് തമ്മിലും കാലൊക്കെ കണ്ട പോലെ തന്നെ കുറേ കമൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. iPhone 15 എടുക്കണോ, iPhone 16 എടുക്കണോ എന്ന് ചോദിച്ചിട്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം 2025 ആയി. അപ്പോൾ ഇത് മാത്രമല്ല, iPhone 13 എടുക്കണമെന്ന് ചോദിച്ചിട്ട് തന്നെ അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ iPhone 13 ഒന്നും 2025 എടുക്കില്ല കേട്ടോ. പഴഞ്ഞ സാധനമായി, യൂസ് ചെയ്യാൻ പറ്റാണ്ടല്ല, പക്ഷേ അത് നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് തീരെ വാല്യൂ കിട്ടില്ല. 2025 13 എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ മിനിമം എടുക്കുന്നുണ്ടെങ്കിൽ 15 എടുക്കാൻ നോക്കുക. 13 എടുക്കേണ്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞേട്ടാ. അപ്പോൾ iPhone 15 എടുക്കണോ 16 എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. പ്രൈസ് കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ സെക്കൻഡറി ഫോണാണ് iPhone. ഞാൻ പ്രൈമറി ഇപ്പോൾ സാംസങ്ങിലേക്ക് മാറിയായിരുന്നു കുറച്ച് കാലമായി ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. iPhone 16 അതുപോലെ തന്നെ നിങ്ങൾ ഒരു iPhone അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ എടുക്കുമ്പോൾ മിനിമം 256 GB എടുക്കാൻ നോക്കാട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 128 GB എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിട്ട് തോന്നും. അപ്പോൾ ഇപ്പോൾ നമുക്ക് iPhone 15 പഴയ പ്രൈസിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. 65,000 രൂപയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ കാണിക്കുന്നത് 128 GB മോഡലിന് കേട്ടോ. ഈ സെയിം സാധനം നമ്മളിപ്പോൾ 16 ആണെങ്കിൽ എന്താ പ്രൈസ് നമുക്ക് നോക്കി നോക്കാം. 16 ആകുമ്പോൾ ഒരു 10 രൂപ കൂടുതൽ വരുന്നുണ്ട് കണ്ടോ. ഇതിന് നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓഫറുണ്ട്. ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ടുകൾ അല്ല, നമുക്ക് എന്താ പറയുക, എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് 4,000, അതുപോലെ തന്നെ കോട്ടക്കിൻ്റെ കാർഡിന് 4,000, ICICI ബാങ്കിന് തന്നെ 4,000 വരുന്നുണ്ട് കേട്ടോ. അതാണ് നമുക്ക് ഡിസ്കൗണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 60,000 രൂപയ്ക്ക് 15 കിട്ടും. ഒരു 70,000 രൂപയ്ക്ക് 16 കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രൈസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ iPhone 16 എടുക്കായിരിക്കും ബെറ്റർ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു 50,000-55,000 രൂപയ്ക്ക് എന്തായാലും നമുക്ക് സെയിൽസിൻ്റെ സമയത്തൊക്കെ 50,000-55,000 രൂപയ്ക്കൊക്കെ 15 സീരീസ് കിട്ടും. ആ പ്രൈസിനാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ 15 തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് കാണുന്നില്ല. പ്രോസസ്സറിൻ്റെ SoCയുടെ ഡിഫറൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു സെൻസേഴ്സ് അവർ ഇപ്പോൾ എന്താ പറയുക, മാക്രോ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് സെൻസറൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഓവറോൾ നിങ്ങൾ പ്രൈസ് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ വലിയ ഡിഫറൻസോ അല്ലെങ്കിൽ എന്താ പറയുക പെർഫോമൻസ് ഡിഫറൻസോ കാര്യങ്ങളൊന്നും നിങ്ങൾ നോട്ടീസ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ ക്യാമറ ഡിഫറൻസും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രൈസിന്, അതായത് ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു iPhone 16 എടുക്കാതിരിക്കും നല്ലത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റീസെൽ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഫോണാണ്. അപ്പോൾ നിങ്ങൾ മാറ്റാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസെൽ വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളത് വാങ്ങിക്കേണ്ടതെന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈസിന് വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് വേണം നിങ്ങൾ കമ്പയർ ചെയ്യാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചാൽ നമുക്ക് iPhone 15 സീരീസൊക്കെ 50,000-55,000 രൂപയ്ക്കായിരുന്നു ഇത്ര കാലം കളിച്ചിരുന്നത്. ഇപ്പോൾ ഇത് നോർമൽ പ്രൈസ് 64 രൂപയ്ക്ക് തന്നെയായി. അപ്പോൾ ഇപ്പോൾ iPhone 15 എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു മോശം ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ അതിനോട് എന്തുകൊണ്ടും ബെറ്റർ 16 ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ സെയിൽസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ ആമസോണിലായിക്കോട്ടെ സെയിൽസ് വരുമ്പോൾ എന്തായാലും സാധനം 55,000 രൂപയ്ക്ക് എന്തായാലും താഴെ പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ചാൻസ് അല്ല, ഒരു 99% പ്രൈസ് കുറയും. 55,000 രൂപയ്ക്ക് റേഞ്ചിൽ വരും. അപ്പോൾ ആ പ്രൈസിനാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ബെറ്റർ iPhone 15 സീരീസ് അല്ലെങ്കിൽ 15 പ്ലസോ 256 GB എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ വില 128 GB ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ 15 16 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി പെർഫോമൻസ് ആയിക്കോട്ടെ, സ്ക്രീനിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ സെയിമാണ്. എന്താ പറയുക, പിന്നെ ക്യാമറയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാം 99% സെയിമാണ്. അപ്പോൾ ആ കൊടുക്കുന്ന പ്രൈസിനുള്ള ഡിഫറൻസ് വാല്യൂ ഒന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് 10,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിലും അതും ശരിക്കും സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷേ ഇത്രയും ഒരു ചെറിയ ഗ്യാപ്പ് ആയതുകൊണ്ട് നമുക്കൊരു പുതിയ മോഡൽ കിട്ടുമ്പോൾ നമുക്കത് റീസെൽ വാല്യൂ നമ്മൾക്ക് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ 16 പറഞ്ഞത്. അല്ലെങ്കിൽ ശരിക്കും സത്യം പറഞ്ഞാൽ 15 എടുത്താലും മതി. പിന്നെ നമുക്ക് ആ ബാക്കിലത്തെ ഡിസ്പ്ലേ നമ്മളെന്താ പറയുക, പുതിയ ഡിസൈൻ ഒന്നും പറയുന്നില്ല, നമ്മുടെ ക്യാമറ വെർട്ടിക്കലാക്കിയല്ലോ. അപ്പോൾ പുതിയ മോഡലാണെന്ന് പറഞ്ഞിറക്കാം, അത്രേ ഉള്ളൂ. അതല്ലാത്ത പക്ഷം 15 എടുക്കുന്നതായിരിക്കും നല്ലത്. 10,000 രൂപ ലാഭിക്കാം. അല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ പുതിയ മോഡൽ കിട്ടുന്നു മാത്രം. അപ്പോൾ അത്രയും പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മിനിമം 15,000 പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ 15 സീരീസിലേക്ക് പോയാൽ മതി. അല്ലാത്ത പക്ഷേ നിങ്ങൾ 16 എടുക്കായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ പ്രോ സീരീസ് എടുക്കുന്നവർക്കൊന്നും ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നില്ല അവർ ഇതിന് ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പ്രോ സീരീസ് എന്തായാലും 1 lakhൻ്റെ ഒക്കെ പോകും. അപ്പോൾ അവർക്ക് എടുക്കാൻ എന്തായാലും അവർ ബഡ്ജറ്റ് കൺസേൺ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും 15 പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് എടുക്കാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് എന്തായാലും ലേറ്റസ്റ്റ് മോഡൽ തന്നെയായിരിക്കും എടുക്കാൻ നല്ലത്. പറയുമ്പോൾ 15 പ്രോ ആയാലും 16 പ്രോ ആയാലും വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ അവർ എന്തായാലും ബഡ്ജറ്റ് കൺസേൺ ഇല്ലാത്ത ആൾക്കാരായിരിക്കും, അവരെന്തായാലും ലേറ്റസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് 16 15ൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്.
അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നമ്മൾ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ നമുക്ക് പേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം.